ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇലക്ട്രിക് ടു വീലറായ വിഡ VX2+ എയ്തറിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഗ്രിഡിൽ ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കിൻ്റെ ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ ഗണ്ണാണിത്. നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഫാസ്റ്റ് ചാർജിങ്ങിന് അതിനകത്തേക്ക് നമ്മൾ പ്ലഗിലേക്ക് അതിൻ്റെ ഗണ്ണ് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ചെയ്യുന്ന പ്രൊസീജിയർ. അതിനകത്തേക്ക് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സൗണ്ടോട് കൂടി അത് അവിടെ ലോക്കാവും. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ചാർജർ ലിങ്കിങ് എഴുതി കാണിക്കും. ഇങ്ങനെയാണ് വണ്ടി ഫാസ്റ്റ് ചാർജ് ചെയ്യുക. ഇത് VX2+ലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫോൾ സ്റ്റോപ്പ് എഴുതി കാണിക്കും. നമ്മൾ ഫസ്റ്റ് കുത്തുമ്പോൾ തന്നെ അത് ചാർജിങ് സ്റ്റാർട്ട് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിനുശേഷം നമ്മൾ വീണ്ടും കുത്തണം. അപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. ഫോൾ സ്റ്റോപ്പ് എന്നാണ് വീണ്ടും എഴുതി കാണിക്കുന്നത്. ഇത് തന്നെ നമ്മൾ 1-2 പ്രാവശ്യം ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് വണ്ടി ഒന്ന് ചാർജ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ആവുന്നത്. വീണ്ടും ഇതേ അവസ്ഥയാണ്. ഫോൾ സ്റ്റോപ്പ് എന്ന് എഴുതി കാണിച്ചു. അപ്പോൾ നമ്മൾ വണ്ടി വീണ്ടും ഒന്ന് ഓൺ ചെയ്ത് വരുമ്പോൾ ഇതാണ് കാണുന്നത്. അപ്പോഴും ഫോൾ സ്റ്റോപ്പ് എന്നാണ് എഴുതി കാണിക്കുന്നത്. വീണ്ടും നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഇപ്പോൾ ഒരു ബാറ്ററി മാത്രം ഓൺ കാണിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ബാറ്ററി ഓൺ ആയി വന്നു. വീണ്ടും ഫോൾ സ്റ്റോപ്പ്. വീണ്ടും നമ്മൾ വണ്ടിയുടെ ചാർജർ ഊരിയെടുത്തു. ഇപ്പോൾ ഡിസ്കണക്റ്റ് ആയിരിക്കും. നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ആ ചാർജർ ഊരിപ്പോരും. അതിന് ശേഷം പ്രസ് ചെയ്ത് വയ്ക്കുമ്പോൾ ലോക്കായിട്ട് ഫോഴ്സ്ഡ് സ്റ്റോപ്പ് എന്ന് സ്ക്രീനിൽ എഴുതി കാണിച്ചാൽ മാത്രമാണ് നമുക്ക് ചാർജർ ഊരിയെടുക്കാൻ പറ്റുക. അല്ലെങ്കിൽ വണ്ടിയുടെ ചാർജർ അതിനകത്ത് ലോക്കായിട്ടാണ് ഇരിക്കുക. ഈ സെയിം പ്രൊസീജിയർ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓഫ് ചെയ്യണു, വണ്ടി ഓൺ ചെയ്യണു. അപ്പോൾ വണ്ടി ഒന്ന് റിഫ്രഷ് ആവും. അതിനുശേഷം വീണ്ടും നമ്മൾ ചാർജർ കുത്തുന്നു. ഫോഴ്സ്ഡ് സ്റ്റോപ്പ് എന്ന് എഴുതി കാണിക്കുമ്പോൾ വീണ്ടും നമ്മൾ ചാർജർ ഊരിയെടുക്കുന്നു. ഇപ്പോൾ വണ്ടി ഓൺ ആയിരിക്കുകയാണ്. വണ്ടി ഓൺ, മോട്ടർ ഓഫ്, അങ്ങനെയാണ് കാണിക്കുന്നത്. വീണ്ടും നമ്മൾ ചാർജർ കണക്ട് ചെയ്തു. ഇപ്പോൾ വണ്ടി ഓൺ കണ്ടീഷനിലാണ് നമ്മൾ ചാർജർ കുത്തിയത്. അപ്പോൾ ചാർജർ ലിങ്കിങ് എന്നാണ് നമ്മുടെ സ്ക്രീനിൽ വരുന്നത്. ഇപ്പോൾ 2 ബാറ്ററിയും കട്ടായിട്ടാണ് കാണിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഒരുപാട് തവണ ട്രൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇതുപോലെ ഈ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പോഴും ചാർജർ ലിങ്കിങ് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ലിങ്ക് ആയിട്ടില്ല ചാർജർ. ഇപ്പോൾ ഒരു ബാറ്ററി ഓണായി വന്നു. ഇപ്പോൾ രണ്ടാമത്തെ ബാറ്ററി ഓണായി വന്നു. 19% ചാർജാണ് ഈ വണ്ടിയിലുള്ളത്. ഇപ്പോൾ 19 കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ട് ലെഫ്റ്റിലുള്ള ജോയ്സ്റ്റിക്കിൽ ക്ലിക്ക് ചെയ്തപ്പോഴാണ് സ്ക്രീൻ ഓൺ ആയത്. വീണ്ടും ചാർജർ ലിങ്കിങ് തന്നെയാണ് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചാർജർ ലിങ്ക് ആയിട്ടില്ല. ചാർജർ ലിങ്ക് ആയതിനു ശേഷം മാത്രമാണ് ഫാസ്റ്റ് ചാർജിങ് സ്റ്റാർട്ട് ആവുള്ളൂ. അത് തന്നെയാണ് സ്ക്രീനിൽ വരുന്നത്. വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് നമുക്ക് ഇപ്പോൾ VX2ലുള്ള ഏറ്റവും വലിയ പ്രശ്നം. ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മുടെ അവിടെ വേസ്റ്റ് ആവുന്നുണ്ട്. ചില ചാർജറുകളൊന്നും ചിലപ്പോൾ വർക്കായൊന്നും വരില്ല. നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യുക, ഒരു 5-10 മിനിറ്റ് ട്രൈ ചെയ്യുക, എന്നിട്ടും വർക്കാവണില്ലെങ്കിൽ നമ്മൾ വേറെ ചാർജർ അന്വേഷിക്കേണ്ടി വരും. നമ്മൾ തീരെ വണ്ടിയിൽ ചാർജ് ഇല്ലാതെ പോയി ചാർജ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ വഴിയിൽ വിടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോഴും ചാർജർ ലിങ്കിങ് തന്നെയാണ് എഴുതി കാണിക്കുന്നത് സ്ക്രീനിൽ. നിങ്ങളാരും തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണ്ട. ഇതാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് കാണിക്കാൻ വേണ്ടി ഞാനൊരു ഫുൾ വീഡിയോ കട്ട് ചെയ്യാതെ എടുത്തതാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വണ്ടി ചാർജ് ചെയ്യുന്നത്. ഇത്രത്തോളം ബുദ്ധിമുട്ടാണ് നമുക്ക് വണ്ടി ചാർജ് ചെയ്യുമ്പോൾ നേരിടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യാതെ ഇങ്ങനെ ഫുള്ളായിട്ട് എടുത്തിരിക്കുന്നത്. ഈ വണ്ടീനെ കുറിച്ചുള്ള വേറെ ഡീറ്റെയിൽസ് ഒന്നും നമ്മളിപ്പോൾ ഈ വീഡിയോയിലൊന്നും പറയുന്നില്ല. ഈ ചാർജിങ്ങിനെ കുറിച്ച്, അതായത് ഫാസ്റ്റ് ചാർജിങ്ങിനെ കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യിക്കുക, ഫാസ്റ്റായിട്ട് കാണാം. ഇത്രയും സമയം നമുക്ക് ഈ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ചാർജർ ലിങ്കിങ് തന്നെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജോയ്സ്റ്റിക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് സ്ക്രീനിൽ ഡിസ്പ്ലേ വരിക. അത് 2-3 സെക്കൻഡ് നിന്നതിന് ശേഷം അത് പോവും. അപ്പോൾ വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്യും. പിന്നെ ഇടയ്ക്ക് വണ്ടി ഒന്ന് ഓൺ ചെയ്യും. ഇപ്പോൾ നമ്മുടെ വണ്ടി ഓൺ ചെയ്തു. അപ്പോൾ വീണ്ടും ബൂട്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ ഫോൾ സ്റ്റോപ്പ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ചാർജർ ഡിസ്കണക്ട് ചെയ്തിട്ട് വീണ്ടും കണക്ട് ചെയ്യുക. അങ്ങനെ ഒരുപാട് തവണ നമ്മൾ ട്രൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് വണ്ടി ചാർജ് ചെയ്യാൻ പറ്റുക. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ വണ്ടി എടുക്കാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാരണം. നമ്മളിപ്പോൾ അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, ലോങ് പോവുകയാണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു ഗുണമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വണ്ടി സെലക്ട് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കാരണം ഉണ്ടായിരുന്നത്. അതുപോലെ ഇത് മാത്രമല്ല, വേറെ കാരണങ്ങളുണ്ട്. നമുക്കിത് ഒരു മെയിൻ കാരണമായിരുന്നു. അപ്പോൾ ഇത് ഫാസ്റ്റ് ചാർജിങ് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളതിൻ്റെ ഷോറൂമിലും കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അത് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയി വരണുള്ളൂ, അത് ലിങ്ക് ആവാനായിട്ടുള്ള സമയം എടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്.
പിന്നെ വിഡയുടെ തന്നെ ചാർജറിൽ നമ്മൾ ട്രൈ ചെയ്തിരുന്നു, അവിടെ ചാർജ് ആയി. ചില സമയങ്ങളിൽ അവിടെയും ചാർജ് ആവാത്ത ഇഷ്യൂ വരുന്നുണ്ട്. പക്ഷേ ഷോറൂമിൽ, അതായത് നമ്മുടെ വണ്ടി എടുത്ത ഷോറൂമിലുള്ള ചാർജറിൽ കണക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ ചാർജർ കണക്റ്റിംഗ് എന്നാണ് കാണിക്കുന്നത്, ചാർജർ ലിങ്കിങ് എന്നാണ് കാണിക്കുന്നത്. അത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബാറ്ററി കട്ടായിട്ടാണ് ഇരിക്കുന്നത്. വീണ്ടും ഫോഴ്സ്ഡ് സ്റ്റോപ്പ് കാണിച്ചു. ഈ പ്രൊസീജിയർ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ വണ്ടി ചാർജ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ വണ്ടി ചാർജ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ പുറകിൽ വേറെ ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ടാവും. നമ്മൾ അവരുടെയും കൂടി സമയമാണല്ലോ വേസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇതൊരു ഇഷ്യൂ തന്നെയാണ്. നമ്മുടെ സമയം ഒരുപാട് പോവുകയാണ്. ഫാസ്റ്റ് ചാർജിങ് കണക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വേഗം ചാർജ് ചെയ്യാം. ഏകദേശം 1 മിനിറ്റിൽ 1% എന്നുള്ള രീതിയിലൊക്കെ ചാർജ് കയറുന്നുണ്ട്. അങ്ങനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം ഫുള്ളാവും. 80% വരെ നമുക്ക് ചാർജ് ചെയ്യാം. 80% വരെയാണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുള്ളൂ. അതിനുശേഷം ചാർജ് കയറാറില്ല. നമ്മൾ വീണ്ടും വണ്ടി ഓൺ ചെയ്തു. അപ്പോഴും ഇതേ അവസ്ഥയാണ്. വണ്ടി ഓണായി വരുന്നുണ്ട്. ഫോഴ്സ്ഡ് സ്റ്റോപ്പ് എന്നാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി ഫാസ്റ്റ് ചാർജിങ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം. ചാർജർ ലിങ്ക് ആവുന്നില്ല. ഇത് നമ്മൾ ഷോറൂമിലും കാര്യങ്ങളൊക്കെ പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ പറയണത് നിങ്ങൾ വിഡയുടെ ചാർജറിൽ യൂസ് ചെയ്യൂ, വിഡയുടെ ചാർജറിൽ വേഗം കയറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും വിഡയുടെ ചാർജർ അത്രയും അവൈലബിൾ അല്ല. വിഡയുടെ ചാർജർ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഏതറിൻ്റെ ചാർജിങ് സ്റ്റേഷനും ചാർജിങ് ഗ്രിഡാണ് കൂടുതലായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വീണ്ടും നമ്മൾ പ്ലഗ് ഊരി വീണ്ടും കണക്ട് ചെയ്തേക്കാണ്. ഈ പ്രൊസീജിയർ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അത് കുറച്ച് കഴിയുമ്പോൾ അത് കണക്റ്റ് ആവും. അതിന് ക്ഷമയും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നിൽക്കണം. അതൊരു പ്രശ്നമാണ്. നമ്മുടെ സമയം അങ്ങനെ വേസ്റ്റായി പോവാണ്. ഈ പ്രൊസീജിയർ നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാനായിട്ട്, ഫാസ്റ്റ് ചാർജ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഏതറിൻ്റെ ആയാലും വിഡയുടെ ആയാലും ചാർജിങ് സ്റ്റേഷനുകളിൽ നിന്ന് നമുക്ക് പൈസ കട്ടാവണില്ല. അത് എത്ര നാളത്തേക്ക് ഉണ്ടെന്ന് അറിയില്ല. നമ്മൾ വണ്ടി വാങ്ങിയിട്ട് 1 കൊല്ലമൊന്നും ആയിട്ടില്ലല്ലോ. പലരും പറഞ്ഞത് 1 വർഷം വരെ ആയിരിക്കും ഫ്രീ എന്നാണ്. പക്ഷേ ഇതിനു മുമ്പ് ഇറങ്ങിയ V1 മോഡലുകളിലും V2 മോഡലുകളിലൊക്കെ ഇപ്പോഴും ചാർജിങ് ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇത് എത്ര നാളത്തേക്ക് ഉണ്ടാവും എന്നറിയില്ല. എന്തായാലും കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും. അത്ര വരെ നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പൈസ അടച്ചിട്ട് ഫാസ്റ്റ് ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോഴേക്കും ഈ ഇഷ്യൂസൊക്കെ അവർ ക്ലിയർ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത് ഫ്രീ ആയതുകൊണ്ടും ഒക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും വണ്ടി ഓൺ ചെയ്തു. ഓൺ ചെയ്യുമ്പോൾ സ്ക്രീനിൽ വരുന്നത് മോട്ടോർ ഓഫ് എന്നാണ്. പിന്നെ 2 ബാറ്ററിയും കാണിക്കുന്നില്ല, കിലോമീറ്റർ കാണിക്കുന്നില്ല, ഇപ്പോൾ ഒന്നും കാണിക്കുന്നില്ല. ആകെ ബ്ലാങ്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. മുമ്പ് ബാറ്ററി പെർസെൻറ്റേജ് ഒക്കെ കാണിച്ചിരുന്നു. ഇപ്പോൾ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും വണ്ടി ഓഫ് ചെയ്ത് ഓൺ ചെയ്യാണ്. ഇപ്പോൾ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്, 19% കാണിക്കുന്നുണ്ട്. വീണ്ടും ചാർജർ കണക്ട് ചെയ്യാണ്. ഇങ്ങനെ ഒരുപാട് തവണ ട്രൈ ചെയ്താലാണ് നമുക്കിതൊന്ന് ചാർജായി കിട്ടുന്നത്. വീണ്ടും ചാർജർ ലിങ്കിങ്, ബാറ്ററി രണ്ടും കട്ടാണ്. പക്ഷേ 19 കിലോമീറ്ററിൻ്റെ മുകളിൽ റേഞ്ച് കാണിക്കുന്നുണ്ട്. ബാറ്ററി അങ്ങനെ ചില സമയത്ത് നമ്മൾ ഇപ്പോൾ വീണ്ടും ബാറ്ററിയുടെ വന്നിട്ടുണ്ട് 19%. ചാർജർ ലിങ്കിങ് തന്നെയാണ് കാണിക്കുന്നത്. നമ്മളിങ്ങനെ ഒരുപാട് തവണ ചാർജർ കണക്ട് ചെയ്തതിന് ശേഷമാണ് ഇത് കണക്റ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ എത്രയും വെയിറ്റ് ചെയ്ത് നമ്മുടെ സമയം സ്പെൻഡ് ചെയ്തിട്ട് വേണം നമുക്ക് ചാർജ് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ ഇതേ ഫാസ്റ്റ് ചാർജിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് കണക്റ്റായി. ഇപ്പോൾ ഫാസ്റ്റ് ചാർജിങ് എഴുതി കാണിച്ചിട്ടുണ്ട് നമ്മുടെ സ്ക്രീനിൽ. വണ്ടി ഓഫാണ്. ഇപ്പോൾ വണ്ടി ഓണാണ്. ഇപ്പോൾ നമ്മളത് വണ്ടി ഓഫ് ചെയ്യാം. ഓൺ ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വണ്ടി ഓഫ് ചെയ്ത് ചാവി റിമൂവ് ചെയ്യാവുന്നതാണ്. വണ്ടിയുടെ സ്ക്രീനിൽ ഫാസ്റ്റ് ചാർജിങ് ഇനി ഏകദേശം 1 മണിക്കൂർ 13 മിനിറ്റാണ് നമുക്ക് വണ്ടി ഫുള്ളാവാൻ വേണ്ടത്. ഫുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80% വരെയാണ് ചാർജ് ആവുള്ളൂ. അതിനുശേഷം കട്ട് ഓഫ് ആവും. ഫാസ്റ്റ് ചാർജിങ് 80% വരെ ചെയ്യാൻ പറ്റുള്ളൂ. ഏതറിൻ്റെ ഗ്രിഡിലാണ് നമ്മൾ ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നത്. വിഡയുടെ ഗ്രിഡിൽ നമുക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യാം. രണ്ടും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊരു എംബ്ലോക്ക് കത്തി കിടക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഫാസ്റ്റ് ചാർജിങ് 1 മണിക്കൂർ 12 മിനിറ്റാണ് അതിൽ കാണിക്കുന്നത്. പക്ഷേ നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് വണ്ടി ഫുള്ളാവും. അതായത് 80% ആവും. 1 മിനിറ്റിൽ 1% എന്നുള്ള രീതിയിലാണ് നമുക്കത് ഏകദേശം കയറുന്നത്. നമുക്ക് അത്രയും സമയം എടുക്കില്ല. നമുക്ക് 80 വരെ 60 മിനിറ്റ് അല്ലേ, 60 മിനിറ്റാണ് വേണ്ടി വരിക. 1 മണിക്കൂറിന് കൊണ്ട് നമുക്ക് വണ്ടി ഫുൾ ചാർജായിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വണ്ടി ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടി എടുക്കുന്നവരും ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെ എടുക്കുക. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.